പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് മോൾഡിൽ ഞാൻ കുറച്ച് സോപ്പൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ഞാനൊന്ന് ഷെയർ ചെയ്യാണ്. ഇത് ഞാൻ അനിയത്തിയുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കുഞ്ഞു സോപ്പൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചത്. കാരണം ഒരു ദിവസം അവർ സ്കൂളിൽ എന്തോ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി. അപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ഇങ്ങനെ കളർഫുള്ളായിട്ട് ഉണ്ടാക്കുമ്പോഴേ കുട്ടികൾക്കൊക്കെ വാങ്ങാൻ താല്പര്യമായിരിക്കും. ഞാനിങ്ങനെ വലിയ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്നത് ഈ ചോക്ലേറ്റ് മോൾഡിൽ ഒഴിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അനിയത്തിയുടെ മക്കൾ വരുമ്പോൾ ഞാനിതങ്ങ് അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ അവളെ സ്കൂളിൽ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ താല്പര്യമില്ല, കാണാൻ മാത്രമല്ല അവർക്ക് ഇതൊക്കെ വാങ്ങാൻ താല്പര്യമായിരിക്കും. അപ്പോൾ നമ്മൾ 100 ഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ 75 ഗ്രാമിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കി വലിയ എമൗണ്ടിന് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെറിയ സോപ്പാകുമ്പോൾ കുട്ടികൾക്ക് വാങ്ങാൻ സൗകര്യമായിരിക്കും. ഒരു 10 സോപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 50 രൂപ കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ സോപ്പിന് പകരം ഇങ്ങനെ കുഞ്ഞു സോപ്പുകളായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പല പല നിറങ്ങളിലാവുമ്പോൾ നല്ല ചോക്ലേറ്റ് പോലെ ഒരു പാക്കറ്റിലാക്കുമ്പോഴേ നല്ല ചോക്ലേറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചു. പിന്നെ ഈ 2 വലിയ സോപ്പ് എന്ന് പറയുന്നത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാണ്. എനിക്ക് പനിയായിട്ട് സൗണ്ടൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വലിയ സോപ്പിൽ ഒന്ന് ലാവൻഡറിൻ്റെ ഫ്രാഗ്രൻസും ലാവൻഡറിൻ്റെ കളറും ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഒന്ന് സാൻഡലിൻ്റെ ബേസ് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓറഞ്ചിൻ്റെ കളറും കൂടി ആഡ് ചെയ്തു. അതുപോലെ സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത്. പിന്നെ 2 സോപ്പിലും ഞാൻ അലോവേര ജെല്ല്, അതുപോലെ റോസ് വാട്ടർ, ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ ഓയിൽ ഇത്രയും ആഡ് ചെയ്തു. പിന്നെ ഓരോ തുള്ളി ടീ ട്രീ ഓയിലും കൂടി ഒഴിച്ച്, ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഓരോ തുള്ളി ഒഴിച്ചു. ഇത് 75 ഗ്രാമിൻ്റെ സോപ്പാണ് രണ്ടും. അപ്പോൾ ഇത്രയും ചേർത്താണ് ഉണ്ടാക്കിയത്. പിന്നെ ഞാനിത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കുഞ്ഞ് സോപ്പുകളെല്ലാം ഈ ഹാർട്ട് ഷേപ്പ് മോൾഡിൽ ഒരു 10 ഗ്രാം വരും. മറ്റേ ഫ്ലവർ മോഡലിൽ ഒരു 7 ഗ്രാമോ 8 ഗ്രാമോ ഒക്കെ വരും. പിന്നെ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഓരോ കളർ ബേസും കട്ട് ചെയ്തുണ്ടാക്കിയതല്ല. ഒരു 240 ഗ്രാം ഗ്ലിസറിൻ ബേസ് എടുത്ത് മെൽറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അല്പം വീതം ഒരു ബൗളിലെടുത്ത് അതിൻ്റേതായ കളറും പിന്നെ 3 തരം ഫ്രാഗ്രൻസ് ഓയിലാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാൻഡൽ, ലാവൻഡർ, അതുപോലെ വൈറ്റ് പേൾ എന്നൊരു ഫ്രാഗ്രൻസ്. ഇത് 3 മാറി മാറി ഓരോന്നിലായിട്ട് ഒഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബൗളിലെടുക്കും, അതിൻ്റേതായ കളറും ഫ്രാഗ്രൻസും ഒഴിച്ചിട്ട് ക്യാവിറ്റിയിലോട്ട് ഒഴിക്കും. ബാക്കി ആ ബേസ്, മെൽറ്റ് ചെയ്ത ബേസ് ലോ ഫ്ലെയിമിലാക്കി വെച്ചിരിക്കും, അല്ലെങ്കിൽ അത് കട്ടയായി പോവില്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് വീതം ബൗളിലെടുത്ത് കളറും മിക്സ് ചെയ്ത് ഫ്രാഗ്രൻസും മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.